മരണമാസിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ബേസിനിലെ പുതിയ പടം. ടോവിനോ പ്രൊഡ്യൂസർ, സിജു സണ്ണി, പിന്നെ രാജേഷ് മാധവ് ഇവരേക്കുള്ള. സിജു ആണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കണത്. ആദ്യം യൂട്യൂബറായി വന്നു, പിന്നെ നോക്കുമ്പോ സഹനാടൻ, പിന്നെ സുപ്രഭാതത്തിലൊരു നാടൻ, ഇപ്പൊ നോക്കുന്നു സ്ക്രിപ്റ്റ്. ഇപ്പൊ ട്രെയിലർ വന്നിട്ട് മറ്റേ ടോവിനോന്റെ ഇതിന്റെ പൂജയുടെ സമയത്തായിരുന്നു മറ്റേ കൊടുക്കാണ്ട് പോയത്. മറ്റേ ഹാൻഡ് ഷേക്ക് യൂണിവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഇവന്റ് നടന്ന സിനിമയാണ്. നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമ്പലക്കുളത്തിലെ കലാശത്തിന്റെ പുറകിട്ട് മീൻ പിടിച്ച് വർഗീയ കലാപം നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഫോട്ടോ ടോയ്ലറ്റിനിട്ട് വിൽക്കാൻ നോക്കിയ കേസുണ്ടായി. പണ്ട് കുട്ടികളുടെ ഭാഗത്ത് നമ്മുടെ സ്കൂളിൽ തീരാൻ പറഞ്ഞോളാം. ഞാൻ പക്ഷെ സ്റ്റാഫ് മാത്രമേ കത്തിച്ചു. സിഗ്മ നാളെ ഈ കല്യാണം മുടക്കാൻ നോക്കിയാൽ നിന്റെ നെഞ്ചുള്ള ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. കൊലച്ചിരിയുടെ ഓളങ്ങളിൽ ചോര കൊണ്ട് കവിത രചിക്കാം. ഒരു തേങ്ങരിന്റെ ചുറ്റിനുകൊണ്ട് നീ മരിച്ചതായി ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക. തിരിയില്ലാത്ത ഒരക്കടലിൽ മരണത്തിൻ തുണി തൊഴിയാം. പുനർജന്മങ്ങളിൽ നീ ഉയരുമ്പോൾ ദൂരെ നിന്നും ഞാൻ വെടിവെച്ചിരുന്നു. നീ എവിടെ ഇരുന്നു? അവിടെ കൊടും വയലൻസ് കിടക്കാൻ പോകും. അത് കണ്ട നീ പേടിക്കും. മാർക്കോ സൈക്കോ. തീയാകുന്നു തീ. എല്ലാം ഓരോ രീതിയിൽ സൈക്കോകളാണ്. ബേസിലെ ലുക്കൊക്കെ കണ്ണാപ്പി അത്രക്കില്ല. രാജേഷ് മാധവനും സൈക്കോ നൈസ് സാധനം. വേറൊരു ലുക്കില്ലേ എല്ലാവർക്കും. വിഷുവിന് പടങ്ങളുടെ ഘോഷയാത്രയാണ് തോന്നുന്നു. ഇത് ബസൂക്ക, ഈ ആഴ്ച ജിങ്കാന ഇറങ്ങും. പക്ഷെ ഇതൊരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു വൈബ് ഉണ്ട്, ഒരു ഫണ്ണ് സാധനം. കിഡ്സ് കത്തി നിൽക്കുന്ന അത് പൊളിക്കും എന്തായാലും. നല്ല രസമുണ്ട്, അടിപൊളി. അപ്പൊ ഏപ്രിൽ 10 തിയേറ്ററിൽ കാണാം. റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.